എവിടെ ഇരിക്കണേ? കണ്ണൻ കുഞ്ഞ് അമ്മന്റെ മോനെ എവിടെ ഇരിച്ചിന്? എവിടെ ഇരിച്ചിന്? ആ ലൈറ്റ് നോക്കിയേ. മെഴുകുതിരിയാണ് കേട്ടാ, അത് കാൻഡിലാണ് കേട്ടാ. കൈപ്പൊള്ളി 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 കൈപ്പൊള്ളിണ്ടാ? ചൂട് വരുണ്ടാ? അമ്മ പറ്റിച്ചേ. ഇഷ്ടായ? അത് ഇഷ്ടായ? ഇതിനേക്കാളും ഇഷ്ടം അവിടെ കൊറേയൊക്കെ ഉണ്ട്, അതിനോടൊക്കെയാണ്. ഇത് ഇഷ്ടായില്ലേ? ലൈറ്റ് പിടിച്ചേ, ഒന്ന് ലൈറ്റ് പിടിച്ചേ, പിടിച്ചേ, ലൈറ്റ് പിടിച്ചേ. ഹായ്, ഉത്സവാണ് അവിടെ. ലൈറ്റൊക്കെ കത്തണ്ടല്ലോ. ഉത്സവാണ് അവിടെ. ഹായ്. ഇനി എന്തിട്ടാ? അങ്ങനെ ചെക്കൻ്റെ ചെണ്ട കെട്ടാൻ നിക്കണേ. ചെണ്ട കെട്ടി. ജില്ല 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 ജില്ലം വെപ്പര ജില്ലം ജില്ലം ജില്ലം. അമ്പൂതി കാറ് കാറ്. കാറിന്റെ കാലൊക്കെ എന്തിങ്ങനെ? കാറിന് എന്തൊക്കെയോ ഉണ്ടിട്ട പണികള്, നമുക്കറിയില്ല. നമുക്ക് ബാറ്ററി ഇട്ടിട്ട് നോക്കാം. ഡ്രൈവറെ നിർത്തടാ, ബ്രേക്ക് പിടിക്കടാ. ഹായ്, എല്ലാരും സുഖമായിട്ടിരിക്കില്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയേ. സ്വാഗതം. കണ്ണനപ്പൊ നിങ്ങളുടെ അടുത്ത് നിന്ന് സ്വാഗതം പറയില്ല ഏട്ടാ. കണ്ണന്റെ കണ്ണുകൾ ഇവിടെയുള്ള ടോയ്സുകളിൽ നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ കണ്ണൻ നിങ്ങളുടെ അടുത്ത് സ്വാഗതം പറയോ? അല്ലേ? കണ്ണൻകുട്ടിയുടെ അടുത്ത് ഇന്ന് വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോഴേ കണ്ണൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞു കണ്ണൻ നമുക്കൊന്ന് ടോയ്സ് ഒക്കെ വെച്ചിട്ട് കണ്ണൻ ടോയ്സ് ഒക്കെ എടുത്ത് കളിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് വേഗം ഓടിച്ചാടി വന്നതാ. അതിന്റെ ഇടയിൽ മൈക്കില് ചാർജ് തീർന്നു. അപ്പൊ ഞാൻ മൈക്ക് ചാർജ് ചെയ്യാനായിട്ട് വെക്കാൻ പോയി. അപ്പൊ ആ നേരത്തെ ഇവിടെ കിടന്ന് മറയായിരുന്നു കേട്ടാ, കളിക്കായിരുന്നു അല്ലേ? അന്ന് നോക്ക് ഏതെടുക്കണ്ടേ ഏതെടുക്കണ്ടേ. അപ്പൊ കണ്ണന്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഇത് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത്യാവശ്യം ഇപ്പൊ നമ്മുടെ ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം കുറെ പേര് ഇങ്ങനെ കണ്ണന് ഗിഫ്റ്റ് ആയിട്ടൊക്കെ അയക്കാറുണ്ട് ടോയ്സ് ഒക്കെ. പക്ഷെ എനിക്ക് ഒന്നും തന്നെ അങ്ങനെ നശിപ്പിച്ച് കളയുന്നത് ഇഷ്ടമല്ല. കാരണം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ കുറെ ടോയ്സുകളൊന്നും നമുക്കൊന്നും കിട്ടിയിട്ടില്ല. കിട്ടുന്നത് വെച്ച് കളിക്കാന്നല്ലാണ്ട് ഇപ്പൊ ഇവരെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോ വളരെ നിസ്സാര ടോയ്സ് ഒക്കെ കിട്ടിയിട്ടുള്ളു. അപ്പൊ ഒന്നങ്ങനെ നശിപ്പിച്ച് കളയാനുള്ളതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പൊ കല്യാണി മോളുടെ അവളുടെ പ്രായം വെച്ചിട്ട് ആൾക്ക് എന്ത് എല്ലാതും ഒന്ന് എവിടെയാണ് ഊരിയെടുക്കാൻ പറ്റുകയെന്നാണ് ആള് നോക്കുക. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒക്കെ എടുത്തു വെച്ചേക്കാണ്. മോശമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ പുറത്തേക്ക് ഇട്ടിട്ടുള്ളൂ. ഇപ്പൊ കണ്ണനാണെങ്കിലും നാളെ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോ ഓടിയൊക്കെ ചാടിയൊക്കെ നടക്കുമ്പോ ഓടിയൊക്കെ ഇരുന്ന് കളിക്കാനും, അതുപോലെ കല്യാണി കുട്ടി ഇത്തിരി വലുതായി ബോധമൊക്കെ ആയി കഴിയുമ്പോ കേടാക്കാണ്ടിരുന്ന് കളിക്കാനും ഒക്കെയുള്ളൊരു അറിവൊക്കെ വെക്കുമ്പോ ഇതൊക്കെ എടുത്തു കൊടുക്കുമ്പോ അതൊരു നല്ല കാര്യല്ലേ. പക്ഷെ ഇപ്പൊ നമ്മുടെ ഇതൊക്കെ എടുത്തു കൊടുത്തിട്ട് അതൊക്കെ നശിപ്പിച്ച് കളയുന്നത് നല്ല കാര്യമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനൊക്കെ എടുത്ത് പൂട്ടിക്കെട്ടി എടുത്ത് വെച്ചേക്കായിരുന്നു. അപ്പൊ ഇന്ന് കല്യാണി ഇവിടെ ഇല്ലാത്ത കാരണം കണ്ണൻകുട്ടിക്ക് കളിക്കാനായിട്ട് ഒക്കെ എടുത്തിട്ട് കൊടുത്തതാ അല്ലേ. നമുക്ക് കണ്ണനെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാം. ഇനി പിയാനൊക്കെ എടുത്തിട്ട് പറ്റേ. ഇതില് മുന്നേ നിങ്ങളൊരു വീഡിയോയില് കണ്ടിട്ടില്ലേ കണ്ണൻകുട്ടി പാട്ട് പാടുന്നത്? നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. നമ്മളിങ്ങനെ ചെയ്യിപ്പിക്കാനായിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാ വയ്ക്കുമ്പോ തട്ടില്ലേ, ചെയ്യിപ്പിക്കാനായിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാ ആള് മാക്സിമം ആള് ട്രൈ ചെയ്യൂട്ടാ. ഹലോ പട്ടുപടി, ഹലോ മൈക്കുണ്ട് മൈക്കുണ്ട്. പാട്ട് പഠിക്കോ, പാട്ട് പഠിക്കോ. അമക്കലൊക്കെ പിന്നെ പാട്ട് പാട്. ആ പാട്. സാരി ഗ മ പ പാട്. എങ്ങനെയാന്ന് ആകട്ടെ. ഭയങ്കര ഇഷ്ടായിട്ടാ മൈക്കിൽ പാടാൻ. മൈക്ക് കൊടുത്തു കഴിഞ്ഞാ ട്രൈ ചെയ്യും ചെയ്യട്ടെ കണ്ണൻ. വായ അങ്ങനെ തുറക്ക.
അമ്മ പറയേ സാ പറഞ്ഞേ കണ്ണാ കണ്ട സൗണ്ട് കേൾക്കുന്നുണ്ട് എക്ക വരുന്നുണ്ട കണ്ണൻകുട്ടിയേ അതുപോലെ പറഞ്ഞേ അതുപോലെ പറഞ്ഞേ പറയ് ആദ്യം പാടിയിട്ടുണ്ടല്ലോ നമ്മൊരു വീഡിയോയില് അതുപോലെ അങ്ങോട്ട് പാടിയേ കണ്ട സൗണ്ട് വരുന്നുണ്ട് സൗണ്ട് വരും കണ്ണാ സൗണ്ട് വരൂട്ടാ കണ്ണനെ ഇങ്ങനെ പാട്ട് പാടാൻ നോക്കി കഴിഞ്ഞ ഇതിൽ കൂടെ സൗണ്ട് വരൂട്ടാ കണ്ട അമ്മ വരുമ്പോ പറയുമ്പോ ഒക്കെ പറഞ്ഞ നമ്മുടെ പൊന്നിന് പറ്റും പറഞ്ഞേ നമ്മുടെ പൊന്നിന് പറ്റൂടാ നമ്മുടെ പൊന്നിന് പറ്റും ആ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ മറ്റേ ബൈജു സാറൊക്കെ വന്ന് പാട്ട് പാടില്ലേ ബൈക്ക് വെച്ചിട്ട് ബാലേട്ടൻ മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ട് അതുപോലെ ആളെ ഫിലിം പാടില്ലേ പാട്ട് ബാലേട്ടൻ മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ട് അതുപോലെ പാടി എന്നിട്ട് ഇത് കടിച്ചു കൂട്ടുന്നേ എന്നിട്ട് കാണിച്ചു കൂട്ടുന്നേ അവിടെ പോയിട്ടൊരു കടി കൊടുത്തിട്ടുണ്ട് തന്നെ കണ്ണമാഷേ 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 കണ്ണമാഷ ഒരു പാട്ട് പാടിയേ സാരി ഗമ അറിയോ ഇതിപ്പോ പാട്ട് പാടിയ കണ്ണമാഷേ കണ്ണമാഷ് ഇതേ പാട്ട് പാടാൻ പോകുന്നു റെഡി 1 2 3 സ്റ്റാർട്ട് കണ്ണമാഷേ കണ്ണമാഷേ ഇത് പാട്ട് പാടിയ കണ്ണമാഷേ മറ്റു പാട്ട് പാടാ അമ്മ പാടിത്തരാറില്ലേ മറ്റേ സാമവേദം അതെങ്ങനെ പാടാ സാമവേദം പാടിയ സാമവേദം സാമവേദം പാടി പിന്നെ നാളെ കണ്ണൻ ഇപ്പൊ സാമവേദത്തിന്റെ ഒരു എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞ നാളെ തൊട്ട് കണ്ണൻ സാമവേദം പാട്ട് ഫുള്ള് പാടും എങ്ങനെയാ സാമവേദം നാവിലുണർത്തിയ സ്വാമി എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ തത്വമസി പൊരുളേ നിത്യ സത്യതയാം നിധിയേ ഈ കൽപ്പാന്തമിഴീതൻ തുറന്നീടണേ പാടതുപോലെ പാട് പാടോ കണ്ണനെ ഇന്ന് പാട്ട് പഠിച്ചിട്ട് നാളെ പാടിത്തരാം കേട്ടാ ഇന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കട്ടെ ഏട്ടാ പാട്ടൊക്കെ കാരണം ഇന്ന് രാത്രി വരെ ഇന്ന് ഇമ്പോസിഷനൊക്കെയാണ് കണ്ണനെ ഇന്ന് കണ്ണന് പാട്ട് പഠിക്കലാണ് പാട്ട് പഠിപ്പിച്ചിട്ട് നാളെ കണ്ണൻ ഇവിടെ വന്നിരുന്നിട്ട് സാരി ഗാമാ പാ എന്ന് പറഞ്ഞ് പാടും അല്ലേ പാടില്ലെങ്കിൽ ഇടിയാണ് എന്റെ കയ്യിൽ നിന്ന് നമുക്കെന്ന് വെച്ചാൽ അത് പിയാനോ വായിച്ചാലോ കൊട്ടിയായിരുന്നു കൊട്ടി പിയാനോ വായിച്ചേ അമ്മ പിയാനോ വായിച്ചേ അമ്മന്റെ കുട്ടി എന്നെ തട്ടിയിടൊന്ന് പിയാനോ വായിക്കണാണ് എന്നെ തട്ടിയിടൊന്ന് ഇവിടെ വെക്കാം അമ്മ ഇങ്ങനെ കുത്ത് കൈ കൊണ്ട് കുത്ത് മാലൊന്നും പൊട്ടിക്കണ്ട ഇങ്ങനെയാക്ക് നമ്മുടെ മുന്നല്ലേ ഇതിന്റെ ചാർജൊക്കെ തരുന്ന ഒന്നുണ്ടായില്ല ഹലോ ആ ചാർജ് ഇപ്പൊ ഇതിന്റെ ചാർജ് തീർന്നു നമുക്ക് ഇന്ന് കുറച്ചേരം എടുത്തു വെക്കാം ഇനി കണ്ണനെ എന്തിട്ട് കളിപ്പാട്ട വേണ്ടേ ബോൾ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ബോള് ഹായ് പിടിച്ചോ ഞങ്ങൾ ബോൾ തട്ടി കളിക്കാൻ പോട്ടെ അമ്മമ്മനും കൂടി അയ്യോ അതെ കണ്ണനെ കൊറേ നേരം ഞാനിങ്ങനെ
ഇപ്പൊ എനിക്ക് അതിനുള്ള സമയം കിട്ടുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കല്യാണിക്കുട്ടി സ്കൂളിൽ പോകുന്നതന്നെ. അപ്പൊ അവനിങ്ങനെ ഓരോ ട്രെയിനിങ്ങുകൾ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നും നിങ്ങളെ കാണിക്കാം എന്നൊക്കെ തോന്നും വീഡിയോയില്. പക്ഷെ എല്ലാം കൂടെ നടക്കണില്ല. വീഡിയോ ഷൂട്ട് ചെയ്തും കൊണ്ട് കാണുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്ക് നടക്കുന്നില്ല അല്ലേ? നടക്കുന്നില്ല. അതാണ്. അപ്പൊ നമുക്ക് കാണുന്ന ഇവിടെ അമഴ്ത്തി കുറച്ചേരം എടുത്ത് നോക്കാം. അവൻ തല പൊക്കി പിടിക്കുക എന്നുള്ളത് നമുക്ക് കുറച്ചു നേരം ഒന്ന് അവനെ ചെയ്യാം. അപ്പൊ വീഡിയോ ചെയ്യുമ്പോ അവന് ഇത്തിരിയും കൂടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. നോക്കട്ടെ അമ്മ. ഹായ്, ഇതാരത്? അപ്പൊ ഈ സൂത്രായിരുന്നു കേട്ടോ അവനെ കമഴ്ന്ന് കിടക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യ. പക്ഷെ കമഴ്ത്തി കിടത്തി കഴിഞ്ഞാലാണ് എന്തെങ്കിലും കാര്യമുള്ളൂ. തലയൊക്കെ ഒന്ന് ഉറക്കാനൊക്കെ ആയിട്ട്. ഇനി അവൻ തന്നെ പിടിക്കട്ടെ തല. പക്ഷെ ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യൂട്ടോ. പക്ഷെ അപ്പോഴൊക്കെ ദേഷ്യാണ് അല്ലേ? ദേഷ്യാണ് അപ്പോഴൊക്കെ അല്ലേ? ഞാൻ കണ്ടിപ്പോ ഞാൻ തല പിടിച്ചിട്ടില്ല കേട്ടാ. അത് ഞങ്ങൾക്കൊരു നേരവും കാലമൊക്കെ ഉണ്ട്. എന്നാൽ മാത്രമേ ഞങ്ങൾ അങ്ങനെയൊക്കെ പിടിക്കുള്ളൂ. എന്നിട്ട് കാണിക്കുന്നേ അപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റ് ഒന്നും തുടങ്ങിയില്ല കേട്ടോ. കണ്ണൻ ഒന്നും കൂടെ ഒന്ന് ഉഷാറൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അവൻ ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പൊ ഡോക്ടർ ട്രീറ്റ്മെന്റ് തുടങ്ങിയ ആ സമയത്ത് അത്യാവശ്യം അവൻ ചെറിയ രീതിയിലൊക്കെ മണ്ണൊക്കെ വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ചെറിയ രീതിയിലൊക്കെ അവൻ വണ്ണം വെച്ച് തുടുത്തൊക്കെ വരുന്ന ഒരു സമയത്താണ് അവന് പെട്ടെന്ന് ഫിറ്റ്സ് ഒക്കെ വന്നത്. അപ്പൊ ഡോക്ടർ നമുക്ക് അത്രയും ഒക്കെ ആക്കി തന്നിട്ട് അതുപോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഡോക്ടറെ അടുത്തേക്ക് പിന്നെയും ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു വിഷമമുള്ള കാര്യമാണ് അല്ലേ? ഡോക്ടർ അത്രയും എന്താ പറയാ ആത്മാർത്ഥമായി തന്നെ പരിശ്രമിച്ചിട്ടാണ് കണ്ണനിൽ അങ്ങനെയുള്ള ചെറിയ ചേഞ്ചസ് ഒക്കെ നമുക്ക് തോന്നി തുടങ്ങിയത്. അപ്പൊ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഡോക്ടർ എങ്ങനെ അവനാക്കി തന്നോ നമുക്ക് ആ ഒരു സ്റ്റേജിൽ നിന്ന് തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പൊ ഏതാണ്ടൊക്കെ അവൻ ആ ഒരു അവസ്ഥയിലോട്ടൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ നമുക്ക് എത്തിച്ചു തന്നതിന്റെ ബാക്കിലേക്ക് ആക്കി കൊടുത്തിട്ട് പിന്നെ ഡോക്ടറെ അടുത്ത് ആദ്യം റീസ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നതിനോട് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം അന്ന് ഫിക്സ് വന്നപ്പോൾ ഒരുപാട് ബാക്കിലോട്ടായി അവന്റെ ബോഡി കാര്യങ്ങളൊക്കെ. അപ്പൊ ആ ഒരു അവസ്ഥയിൽ പിന്നെ സാറിന്റെ അടുത്തേക്ക് ആദ്യം ചെന്ന് ഡോക്ടർ അത്രയും പരിശ്രമിച്ചിട്ട് ആയതായിരുന്നു. അപ്പോ ഇപ്പൊ എന്തായാലും ഡോക്ടർ എവിടെ വെച്ചാണോ നമുക്ക് നിർത്തേണ്ട വന്നത് ആ ഒരു പൊസിഷനിലേക്കൊക്കെ തന്നെ നമ്മൾ ഏതാണ്ടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ആദ്യം നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ട്രീറ്റ്മെന്റ്. സംഗീത ഡോക്ടർ വരുന്നുണ്ടാ? ഡോക്ടറെ കാര്യം പറയുമ്പോ ഭയങ്കര ഇഷ്ടാ. ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ കരച്ചില്ലാട്ടാ. സംഗീത ഡോക്ടർ വരുന്നുണ്ടാ? ഡോക്ടറെ വിളിക്കട്ടെ? ഡോക്ടറെ കണ്ണന് വന്നൊന്ന് ഒഴിഞ്ഞു കൊടുത്തേ. കണ്ണന് വന്നൊന്ന് പിടിച്ചേ. വിളിക്കട്ടെ ഡോക്ടറെ? സാറിനെ വിളിക്കട്ടെ? സംഗീത ഡോക്ടറെ ഒന്നിങ്ങോട്ട് വന്നേ. കണ്ണൻകുട്ടി ഇവിടെ വെയിറ്റിംഗ് ആണ്. കല്യാണം കഴിക്കാൻ പെണ്ണിനെ കിട്ടിയോന്ന് ചോദിച്ചോക്കെ ഡോക്ടറെ അടുത്ത്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഓടിയൊക്കെ നടന്നു തുടങ്ങി കഴിഞ്ഞാൽ വേഗം കല്യാണമൊക്കെ കഴിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെക്കന്. മുണ്ടൊക്കെ എടുത്ത് ഷർട്ടൊക്കെ ഇട്ട് മറ്റേ കാറിലൊക്കെ ഇങ്ങനെ മറ്റേ പാലാപ്പള്ളിയില് പൃഥ്വിരാജൊക്കെ വന്ന് ഇറങ്ങൂലേ അതുപോലെയൊക്കെ തന്നെ വന്ന് കല്യാണമൊക്കെ കഴിപ്പിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. വേഗം നടന്നു തുടങ്ങി വേഗം കല്യാണം കഴിപ്പിച്ചു തരാം. വലിയ പൂമാലയൊക്കെ ഇട്ടിട്ട്. കുഞ്ഞു പെണ്ണിനെ കൊണ്ടുവരണോ? ഏത് പെണ്ണിനെ ഇപ്പൊ കഴിക്കുക?
ഏത് പെണ്ണിനെയാ? ഇവിടെ കിടക്കണ പെണ്ണിനെയാ? ഇവിടെ കിടക്കണ പെണ്ണ് സ്കൂളിൽ പോയി. ഇവിടെ കിടക്കണ പെണ്ണ് സ്കൂളിൽ പോയി. ആ പെണ്ണിനെയാ? അവന് ഏത് പെണ്ണിനെ ഇഷ്ടാ? പിന്നെ ഇഷ്ടമുള്ള പെണ്ണേതാ? പിന്നെ ഏത് പെണ്ണിനെ ഇഷ്ട? പിന്നെ ഏത് പെണ്ണിനെ ഇഷ്ടാ? പിന്നെ ഏത് പെണ്ണിനെ ഇഷ്ടാ? ഏത് പെണ്ണിനെയാ? എന്നെയാ? എന്നെ കല്യാണം കഴിക്കാൻ പോണ്? നീ പൊന്നോളൂടാ നീ. അമ്മന്റെ മുത്തല്ലടാ നീ. എന്തിട്ടേക്ക് പയ്യന് നീ? ഇതിപ്പോ കുഞ്ഞോളെ എന്തിട്ടേക്ക് പയ്യണത്? അവിടെ എന്തിട്ടേക്ക് പയ്യണത്? വെള്ളത അടയോ? വെള്ളത അടയോ തെക്കന്? ഒന്നും അടയില്ലല്ലോ. ഒന്നും അടയില്ലല്ലോ. നമ്മുടെ പൊന്നിന് ഒന്നും അടയില്ലല്ലോ. കുഞ്ഞുവാവകളുടെ നല്ല മണം കണ്ണന്. കല്യാണിന് പോലും ഇല്ല എത്ര മണം അല്ലേ? കുഞ്ഞു ബേബി ഏത്? ബേബി കുട്ടി ഏത്? കുഞ്ഞുവാവകളുടെ മണമൊക്കെയാണ് കണ്ണനെ. അതുപോലെയാണ് കണ്ണനെ നമ്മൾ നോക്കണതേ. അല്ലേ പൊന്നെ? അല്ലേ പൊന്നെ? അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. കണ്ണന്റെ ടോയ്സ് ഒക്കെ ഇവിടെ നിരത്തിട്ടേക്കാ. ഒക്കെ എടുത്ത് വെച്ചോണം പെട്ടിയില്. ബാഗ് ഒക്കെ എടുത്ത് വെച്ചോ. കല്യാണി വരുമ്പോഴേക്കും ഒക്കെ എടുത്ത് വെച്ച ബാഗാ ഒക്കെ നിരത്തിയിട്ടിട്ടുണ്ട് ഇവിടെ. ബാഗൊക്കെ എടുത്ത് വെച്ചോ. എടുത്ത് വെക്കോ? ബാഗ് എടുത്ത് വെച്ചോ. ഒക്കെ എടുത്ത് വെച്ചോ. ഒക്കെ എടുത്ത് വെച്ചോ. ഒക്കെ എടുത്ത് വെച്ചോ. ഒക്കെ പെട്ടിലെടുത്ത് ഒളിപ്പിച്ച് വെച്ചോ. അല്ലെങ്കിൽ കല്യാണിന്റെ പണിയൊക്കെ കഴിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും അവസാനിപ്പിക്കാണ് കേട്ടോ. ഒരു ഉച്ച സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കണ്ണന് ഫുഡൊക്കെ കൊടുക്കേണ്ട സമയമായി. അപ്പൊ എന്തായാലും വീഡിയോ അങ്ങനെ ഒരു കാര്യത്തിനായിട്ടൊന്നും വന്നിരുന്നതല്ല. നമ്മള് കണ്ണന് ഞാൻ കുറച്ച് ടോയ്സ് ഒക്കെ എടുത്ത് വെച്ചിരുന്ന് കളിപ്പിക്കാന്ന് വിചാരിച്ച് വന്നിരുന്നു. അപ്പൊ അതെന്തായാലും നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതി. അത്രേ ഉള്ളൂ അല്ല കണ്ണ? അപ്പൊ ഞങ്ങള് കുറച്ചു നേരം കൂടിയൊക്കെ ഒന്ന് കളിക്കും. എന്നിട്ടാണ് ഞങ്ങള് ഭക്ഷണം കഴിക്കാനായിട്ട് പോവുള്ളൂ. എന്തായാലും ക്യാമറ നമ്മൾ ഓഫ് ആക്കാണ്. ക്യാമറ ഓഫ് ആക്കട്ടെ. മതി വീഡിയോ എടുത്തത്. മതി കളിച്ചത്. മതി വീഡിയോ എടുത്തത്. മതി കളിച്ചത്. ഒക്കെ എടുത്ത് വയ്ക്കാൻ പോവാ. ഒക്കെ എടുത്ത് വയ്ക്കാൻ പോവാ. ഒക്കെ മതി. ഒക്കെ മതി. ഒക്കെ മതി. നാളെ കളിക്കാം. നാളെ കളിച്ചാ മതി. ഇനിയിപ്പോ ഇന്ന് കളിക്കണ്ട. എത്ര കളിച്ചാ മതി. മനസ്സിലായി. ഇനി ഇത്ര മതിട്ടാ. ഇന്ന് ഇത്ര കളിച്ചാ മതി. ഒക്കെ എടുത്ത് വയ്ക്കാൻ പോവാ. എപ്പോഴും ഒരു കളി എന്താന്ന് എടുത്ത് വയ്ക്കാൻ പോവാ. ഒക്കെ ടോയ്സ് ഒക്കെ എടുത്ത് വയ്ക്കാൻ പോവാ. അമ്മ എടുത്ത് വയ്ക്കട്ടേട്ടാ. അവിടെ കിടക്ക. അമ്മയൊക്കെ എടുത്ത് വയ്ക്കട്ടേട്ടാ. നാളെ കളിച്ചാട്ടാ. അല്ലെങ്കില് കല്യാണം കുട്ടി ഒക്കെ കേടാക്കും. കുത്തി വെച്ചിട്ട് ഒളിപ്പിച്ച് വെച്ചാലേ നമ്മളെ ഒക്കെ കേടാക്കില്ലേ. കുഴപ്പമില്ലല്ലോ. 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 കുഴപ്പമില്ലാന്ന് പറയേ. എന്നത്തല്ല കൈ വെക്കണതാട്ടാ. എടുത്ത് വെക്കുക അല്ലെങ്കിൽ അവസാനിപ്പിക്കാന്നൊന്നും പറയുന്നത് ഇഷ്ടല്ലേ. മതി പൊന്നോ. മതി പൊന്നോ. നാളെ കളിക്കാടാ. നാളെ കളിച്ചാടാ പൊന്നോ. ഇപ്പൊക്കെ എടുത്ത് വെക്കട്ടെ. മാമുണ്ണാൻ പോവാ. നമുക്ക് വാ. മാമുണ്ണാൻ പോവാ. മതി. അമ്മ ഇട്ട് വെക്കട്ടെ. അമ്മ ഇട്ട് വെച്ചിട്ട് കുഴപ്പമില്ലാന്ന് പറയും. എടുത്ത് വെച്ചോ അമ്മ എന്ന് പറയും. ഇട്ട് വെച്ചിട്ട് ഇട്ട് വെക്കുന്നത് ഇഷ്ടമല്ല കേട്ടാ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.